ഹേ ഗായ്സ് വാട്ട്സ്ആപ്പ്, ദിസ് ഇസ് മൈ ലിബിൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫയർ പൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫയറിൻ്റെ ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പേ ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെയാണ്. സോ ഞാൻ ജസ്റ്റ് ഈ പൈപ്പ് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ആ ഒരു പൈപ്പ് അവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ടാബിൽ വരിക. അതിനുശേഷം പൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പൈപ്പിൻ്റെ ഡയമീറ്റർ എത്രയാണോ, ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഒരു 150 mm ഡയമീറ്ററിൻ്റെ പൈപ്പാണ്. സോ 150 mm ഡയമീറ്ററിൻ്റെ പൈപ്പ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ പൈപ്പ് ടൈപ്സ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയർ പൈപ്പ് തന്നെ ആയിരിക്കണം. സോ ജസ്റ്റ് ആ ഫയർ പൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഓഫ്സെറ്റ് എത്രയാണെന്ന് നമ്മൾ ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ പ്ലാനിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ 150 mm ഡയമീറ്റർ പൈപ്പ് ഒരു എലിവേഷൻ എന്ന് പറയുന്നത് ഒരു 2800 mm എലിവേഷൻ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ പൈപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണോ പൈപ്പിൻ്റെ ഡയറക്ഷൻ വേണ്ടത് ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൈപ്പിൻ്റെ ഡിസ്റ്റൻസ് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഒരു 2500 mm ലെങ്ത് ഉള്ള ഒരു പൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൈപ്പ് അവിടെ ഫോം ചെയ്യും. എനിക്കിനി വേണ്ടത് 150 mm പൈപ്പിൽ നിന്ന് എനിക്ക് ഒരു 100 mm പൈപ്പിൻ്റെ ഒരു റെഡ്യൂസ് ചെയ്ത് പോകുന്ന ഒരു പൈപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ജസ്റ്റ് ഡയമീറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 100 mm ഈ ഒരു ഡയമീറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ലെങ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലെങ്ത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു 2000 mm കൊടുക്കുകയാണ്. 2000 mm. അതിനുശേഷം ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2000 mm ലെങ്തിലുള്ള ഒരു പൈപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അവിടുന്ന് ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു എൽബോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണോ എൽബോ വേണ്ടത് ആ സൈഡിലോട്ട് മൗസിൻ്റെ കഴ്സർ മൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്തിലാണ് പൈപ്പ് വേണ്ടത്, ഒരു 1500 ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. സോ ആ ഒരു ലെങ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പം ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് പൈപ്പ് ഫോം ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പൈപ്പ് നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ മീൻസ് ഒരു ജംഗ്ഷനാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു ടീ ആണ് എനിക്കിവിടെ വേണ്ടത്. സോ നിങ്ങൾക്ക് ഏതൊക്കെ ഡയറക്ഷനിലോട്ടാണോ ടീ വേണ്ടത്, ഈ ഡയറക്ഷനിലോട്ടാണോ വേണ്ടത്, ഈ ഡയറക്ഷനിലോട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ടാണോ വേണ്ടത്, നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് ടീ വേണ്ടതെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് നിങ്ങൾ മൗസിൻ്റെ കഴ്സർ മൂവ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എൽബോ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫിറ്റിങ്സിനെ എനിക്ക് ടീ ആയിട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫിറ്റിങ്സിൽ സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ 2 പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലോട്ടാണോ നമ്മുടെ ടീ വേണ്ടത് ആ ഡയറക്ഷനിലെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഈ ഡയറക്ഷനിലോട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഡയറക്ഷനിലെ പ്ലസ് ബട്ടണിൽ ഞെക്കുക. അല്ലെങ്കിൽ താഴോട്ടാണ് വേണ്ടതെങ്കിൽ താഴോട്ടുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫിറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രാഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രോ പൈപ്പിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ നിങ്ങൾക്ക് പൈപ്പ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതൊരു ക്രോസ് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ആ ടീയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ഒരു ക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് പൈപ്പ് താഴോട്ട് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രോ പൈപ്പിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം താഴോട്ട് ഡ്രാഗ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജംഗ്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ടീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വരച്ച ഒരു പൈപ്പ്, ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു എൽബോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ എൽബോ ഈ ഒരു സൈഡിലോട്ടല്ല വേണ്ടതെങ്കിൽ ജസ്റ്റ് നിങ്ങളിത് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പൈപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ എൽബോയുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ടിൽറ്റ് ബട്ടൺ കാണാം. സോ ആ ടിൽറ്റ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് റൊട്ടേറ്റ് കൊടുക്കുക. ഒന്നും കൂടെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ ആ ഒരു എൽബോ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈപ്പ് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ടി വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ടി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി പഴയതുപോലെ നിങ്ങൾക്ക് ഒരു എൽബോയാണ് വേണ്ടതെങ്കിൽ ഈ ജസ്റ്റ് ടിയിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ടി ആയി മീൻസ് ഒരു എൽബോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് പൈപ്പിങ്ങിലെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ എലിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 2800 mm. സോ എനിക്ക് ഇവിടുന്ന് പൈപ്പിൻ്റെ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രോ പൈപ്പ് കൊടുത്തു. പൈപ്പിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 2800 mm ആണ്. സോ ഇവിടുന്ന് എനിക്കൊരു 3200 mm എലിവേഷൻ അപ്പ് ചെയ്യണം. സോ ജസ്റ്റ് 3200 എന്ന് ഓഫ്സെറ്റിൽ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടെ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു എലിവേഷൻ അവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അത് കാണണമെങ്കിൽ ജസ്റ്റ് 3Dയിൽ പോവുക. അപ്പം അതിൻ്റെ ഒരു എലിവേഷൻ അപ്പായിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ഡ്രോയിങ് ആണ്. മീൻസ് ഈ ഒരു 3Dയിലാണ് നമുക്കത് കാണാൻ കഴിയുക. ഇല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഞാനിനി വീണ്ടും സീലിംഗ് പ്ലാനിലോട്ട് പോവാണ്. അതിനുശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് പൈപ്പ് ഡ്രോ ചെയ്യാം. പൈപ്പ് ഡ്രോ ചെയ്യുമ്പം നമ്മുടെ എലിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 3200 ആണ്. സോ അവിടുന്ന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പൈപ്പ് ഡ്രോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇനി ഓഫ്സെറ്റ് അതിലും താഴെയാണ് വേണ്ടത്. 2500 പോകണമെങ്കിൽ ജസ്റ്റ് 2500 കൊടുക്കാം. അപ്പ് ഓർ ഡൗൺ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പം ആ ഒരു ഡൗണിലോട്ട് പൈപ്പ് പോയിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ജസ്റ്റ് 3Dയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു പൈപ്പിൻ്റെ ഡൗൺ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൈപ്പ് ഓഫ്സെറ്റ് ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് എലിവേഷൻസിൽ നമ്മൾ പൈപ്പ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ ഈ പൈപ്പിനെ എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് സെലക്ട് ഓൾ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സോ പൈപ്പുകളെല്ലാം പോകും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ പൈപ്പിങ്ങിനകത്തുള്ള രണ്ടാമത്തെ ടൂളാണ് പൈപ്പ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ടൂള്. പൈപ്പ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് പൈപ്പ് പോലെ തന്നെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ടൂളാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഡ്രോ ചെയ്യുക. ഇപ്പം ഞാൻ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. ഓക്കെ, അപ്പം ഇനി ഒരു പൈപ്പ് 100 mm ഡയമീറ്ററിൽ വരയ്ക്കുകയാണ്. ഇതാണ് 100 mm പൈപ്പും 100 mm പൈപ്പ് പ്ലേസ് ഹോൾഡറും. സോ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൈപ്പ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് പൈപ്പാണ്, പക്ഷേ ഒരു സിംഗിൾ ലൈൻ മാത്രമേ നമുക്ക് അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിനെ നിങ്ങൾക്ക് പൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ പൈപ്പ് പ്ലേസ് ഹോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺവേർട്ട് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഈ ടൂളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടും ഈക്വൽ പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെങ്കിൽ സെയിം സൈസുള്ള പൈപ്പായിട്ട് മാറി. അതായത് നമ്മൾ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് പൈപ്പ് വരയ്ക്കാതെ സിംഗിൾ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൈപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പൈപ്പ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിത് സെലക്ട് ചെയ്യുകയാണ്, അതിനുശേഷം ഡിലീറ്റ് ചെയ്തു. ഇനി പൈപ്പ് പ്ലേസ് ഹോൾഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് നേരത്തെ വരച്ച ഒരു എക്സസൈസ് നോക്കാം. പ്ലേസ് ഹോൾഡർ സെലക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ 150 mm ഡയമീറ്ററുള്ള ഒരു പൈപ്പാണ് വരയ്ക്കുന്നത്. സോ 150 mm ഡയമീറ്ററുള്ള പൈപ്പ് 3000 mm ആണ് അതിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അതിനുശേഷം താഴോട്ട് ഒരു 2500 mm ലെങ്ത്തിൽ വരയ്ക്കാം. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു 1500, അതിനുശേഷം ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യുകയാണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm കൊടുത്തു. 100 mm കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 1500.
ഡയമീറ്റർ 100 mm, ലെങ്ത് എന്ന് പറയുന്നത് 1500. ഓക്കെ, ജസ്റ്റ് പ്ലേസ് ഹോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 100 mm ഉണ്ടാവും, ഓഫ്സെറ്റ് 2500. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. സോ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1500 കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ മുഴുവൻ നമുക്ക് പൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ കൺവേർട്ട് പ്ലേസ് ഹോൾഡർ. സോ അത് പൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് പ്ലേസ് ഹോൾഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കൺവേർട്ട് പ്ലേസ് ഹോൾഡർ. ഇതാണ് നമ്മുടെ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിനു വേണ്ടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനെയും കൺവേർട്ട് പ്ലേസ് ഹോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ കണക്ഷൻ, ദിസ് മേ നോട്ട് ബി ആൻ എറർ ബട്ട് ആൻ ഓപ്പൺ കണക്ഷൻ ഷുഡ് ബി സീൽഡ് വിത്ത് ആൻ എൻഡ് ക്യാപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊരു ഓപ്പൺ കണക്ഷനാണ്, അപ്പം അതിൻ്റെ എൻഡിൽ ഒരു എൻഡ് ക്യാപ്പ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ജസ്റ്റ് എറർ അല്ല, നിങ്ങൾക്ക് അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ പൈപ്സുകളാണ്. സോ ഞാൻ ഇത്രയും പൈപ്പുകൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 150 mm പൈപ്പ് 2500 mm ഓഫ്സെറ്റിലാണ് കിടക്കുന്നത്. അപ്പം ഇതിനകത്ത് പാരലൽ പൈപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാരലൽ പൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതിൻ്റെയാണോ പാരലൽ വേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു പൈപ്പിൻ്റെ പാരലലായിട്ട് മറ്റൊരു പൈപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ പൈപ്പിൻ്റെ ഉണ്ടാവുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഹൊറിസോണ്ടൽ നമ്പർ, അതുപോലെ തന്നെ വെർട്ടിക്കൽ നമ്പർ. സോ ഇതിനകത്ത് ഹൊറിസോണ്ടൽ 2 പൈപ്പാണ് ഉണ്ടാവുക, അതായത് ഇൻക്ലൂഡിങ് നമ്മൾ അതിൻ്റെ പാരൻറ്റ് പൈപ്പും അതുപോലെ തന്നെ അതിൻ്റെ ന്യൂ പൈപ്പും കൂടെ ചേർന്ന് 2 പൈപ്പായിരിക്കും ഉണ്ടാവുക. വെർട്ടിക്കൽ പൈപ്പ് എന്ന് പറയുന്നത് 6 ആണ്. വെർട്ടിക്കൽ പൈപ്പ് നമുക്ക് ഇതിനകത്ത് കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സെക്ഷനിൽ പോവാം, അല്ലെങ്കിൽ നമ്മൾ 3Dയിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതാണ് 6 പൈപ്പ്സ് എന്ന് കാണുന്നത്. ഓക്കെ, 1 2 3 4 5 6 പൈപ്പാണ് വെർട്ടിക്കലായിട്ടുള്ള വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാരലൽ പൈപ്പ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പാരലൽ പൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൂള്. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പ് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പൈപ്പ് ഫിറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്സ് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് ബാറിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു പൈപ്പ് ഫിറ്റിങ്സ് ഇവിടെ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫാമിലി ലോഡ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലോഡ് ഫാമിലിയിൽ വരിക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് വരിക. ഓക്കെ, ബേസിക് റൂട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സി ഡ്രൈവ് ഉണ്ടാവും. സി ഡ്രൈവിൽ വരിക, അതിനകത്ത് പ്രോഗ്രാം ഡാറ്റ ഉണ്ടാവും. സോ പ്രോഗ്രാം ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓട്ടോ ഡെസ്കിൽ വരിക. ഓട്ടോ ഡെസ്കിനകത്ത് നിങ്ങളുടെ വേർഷൻ സോഫ്റ്റ്വെയർ ഏതാണോ ആ ഒരു വേർഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. RVT 2018 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് Revit 2018 ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൈബ്രറീസ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇന്ത്യയിൽ നമ്മുടെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പൈപ്പിംഗ് റിലേറ്റഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. സോ പൈപ്പ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഫിറ്റിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഫിറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, കാർബൺ സ്റ്റീൽ ആണെങ്കിൽ കാർബൺ സ്റ്റീൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ PVC ആണെങ്കിൽ PVC സെലക്ട് ചെയ്യുക. മാലബിൾ അയൺ, അതുപോലെ തന്നെ ഗ്രേ അയൺ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ സ്റ്റീലാണ്. സോ കാർബൺ സ്റ്റീൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ് 150 ഉണ്ട്, ഫ്ലാഞ്ച്ഡ് ആണ്. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, ദെൻ ഓപ്പൺ കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറിക് ആണ്. സോ ജനറിക് ഫിറ്റിങ്സിൽ ജനറിക് ഓപ്പൺ ചെയ്യുക.
അതിനകത്ത് നമുക്ക് ഏത് ഫിറ്റിങ്സ് ആണോ വേണ്ടത് ആ ഒരു ഫിറ്റിങ്സ് നിങ്ങൾക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് വേണ്ടത് ക്യാപ്പാണോ വേണ്ടത്, വെൽഡഡ് ക്യാപ്പാണോ വേണ്ടത്, കപ്ലിംഗ് ഉണ്ട്, ക്രോസ് ഉണ്ട്, എൽബോ ഉണ്ട്, എൽബോ വെൽഡഡ് ഉണ്ട്, ടീ ഉണ്ട്, അതുപോലെ തന്നെ ടീ വെൽഡഡ് ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഏത് ഫിറ്റിങ്സ് ആണോ വേണ്ടത് ആ ഒരു ഫിറ്റിങ്സ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ഫിറ്റിങ്സ് ലോഡഡ് ആണ്. സോ ഓവർ റൈറ്റ് ദി എക്സിസ്റ്റിംഗ് വേർഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ലോഡഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫിറ്റിങ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം പൈപ്പ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഫിറ്റിങ്സ് വേണ്ടത് ആ ഒരു ഫിറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് സിസ്റ്റംസിൽ പോവാം, പൈപ്പ് ഫിറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫിറ്റിങ്സ് ആണോ വേണ്ടത്, ഇപ്പോൾ ക്രോസ് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ക്രോസ് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിറ്റിങ്സ് അവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും പൈപ്പ് വരച്ചിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രോ പൈപ്പ് കൊടുത്തു. ഓക്കെ, ഡ്രോ പൈപ്പ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ മറ്റൊരു ഫിറ്റിങ്സ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സിസ്റ്റംസിൽ പോവുക. അതിനുശേഷം പൈപ്പ് ഫിറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതാണ് ഫിറ്റിങ്സ് വേണ്ടത്, ഇപ്പം എൽബോ ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് എൽബോ അവിടെ പ്ലേസ് ചെയ്യുക. ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു റൊട്ടേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ സിസ്റ്റം ടാബിൽ പൈപ്പിങ്ങിൽ വരുന്നത് പൈപ്പ് ആക്സസറീസ് ആണ്. സോ ജസ്റ്റ് പൈപ്പ് ആക്സസറീസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ ഏതൊക്കെ ആക്സസറീസ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഉള്ള ആക്സസറീസ് എന്ന് പറയുന്നത് വൈ ആണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്, അതുപോലെ തന്നെ വെഞ്ചൂരി ഫ്ലോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ ഡിഫ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് ഓൾറെഡി ലോഡഡ് ആണ്. എയർ സെപ്പറേറ്റർ ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്സസറീസ് ഇതിനകത്ത് ലോഡഡ് ആണ്. സപ്പോസ് ഇതിനകത്ത് ഇല്ലാത്ത ഒരു ആക്സസറീസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് ലോഡ് ഫാമിലിയിൽ ചെയ്യുക. ലോഡ് ഫാമിലിയിൽ ജസ്റ്റ് ബാക്ക് വന്നതിന് ശേഷം അതിനകത്ത് ഇന്ത്യയിൽ വരിക. ഇന്ത്യയിൽ നമ്മൾ പൈപ്പ് ഓപ്പൺ ചെയ്യുക. പൈപ്പിനകത്ത് ആക്സസറീസ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ആക്സസറീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ പ്രഷർ ഗേജ് വേണമെങ്കിലുണ്ട്, അതുപോലെ തന്നെ ബാസ്കറ്റ് സ്ട്രെയിനർ, എയർ സെപ്പറേറ്റർ. സോ ഏതാണോ നമ്മുടെ ആക്സസറീസ് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം ആ ഒരു ആക്സസറീസ് ഇവിടെ ലോഡ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ആക്സസറി പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് പൈപ്പിങ്ങിനെ കുറിച്ച് പറയാനുള്ള ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് ചാറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.